നല്ല റോസാപ്പൂക്കൾ പോലെയുള്ള കമേലിയ ചെടികൾ നല്ലൊരു ഓഫർ പ്രൈസിൽ കിട്ടിയാലോ. 5 കമേലിയ ചെടികൾ 699 രൂപയ്ക്കാണ് കേട്ടോ, ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ അയച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്ലാൻസിൻ്റെ സൈസ് വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ട്, സ്കിപ്പ് ചെയ്ത് പോരുത്, മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രം പ്ലാൻസ് ഓർഡർ ചെയ്യുക. പ്ലാൻസ് ഓർഡർ ചെയ്യാനായിട്ട് താഴെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. കമേലിയ കോംബോ ഓഫർ എന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് വളർത്താൻ ആഗ്രഹിക്കാത്ത ആരുമില്ല. ഇതിൻ്റെ കെയറിങ് പലർക്കും അറിയില്ലാത്തതുകൊണ്ട് മുട്ടിട്ട് പൊഴിഞ്ഞു പോവുകയും പൂക്കാതിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ലോങ് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൂക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. മെയിനായിട്ട് നമ്മൾ കാൽഷ്യം നൈട്രേറ്റിൻ്റെ പൗഡർ മേടിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ ലൂസായിട്ടുള്ള ഒരു പോട്ടി മിക്സിൽ ഒത്തിരി മണ്ണ് കുത്തി നിറയ്ക്കാതെ കുറച്ച് കമ്പോസ്റ്റ് മിക്സ്, അതുപോലെ തന്നെ കൊക്കോപീറ്റ് വളരെ കുറഞ്ഞ അളവിൽ ഒരു 10 മുതൽ 20% വരെ മാത്രം അളവിൽ മണ്ണ് ചേർത്താൽ മതി. പിന്നെ പൈൻ ബാർക്ക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വെർമി കമ്പോസ്റ്റോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നൈട്രജൻ്റെ അളവ് കൂടുതലുള്ള വളങ്ങൾ എപ്പോഴും ചെയ്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെയും പൂക്കാനുള്ള സാധ്യത കുറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ മഴയും വെയിലും ഒന്നും അത്ര നല്ലതല്ല ഈ പ്ലാന്റിന്. ഒരു മീഡിയം സൺലൈറ്റ് വരെ കുഴപ്പമില്ല. ഒരുപാട് സൺലൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ബേണായി പൊഴിഞ്ഞു പോകും. പിന്നെ പ്ലാന്റ് നന്നാവില്ല. ലീഫ് ബേണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്ലാന്റ് അങ്ങനെ നന്നാവില്ല. തണ്ടുകൾ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ അത് കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരുപാട് വെയിൽ വേണ്ട, ഒരു മീഡിയം സൺലൈറ്റ് മാത്രം മതി. അതുപോലെ തന്നെ മഴവെള്ളം ഒത്തിരി നല്ലതല്ല ഈ ചെടികൾക്ക്. അപ്പോൾ മഴവെള്ളം ഒത്തിരി വീഴാത്ത സ്ഥലത്തേക്ക് മഴക്കാലത്ത് മാറ്റി വയ്ക്കുക. അങ്ങനെ മാറ്റി വയ്ക്കാനായിട്ട് നല്ലത് എപ്പോഴും പോട്ടിൽ പ്ലാന്റ് വയ്ക്കുന്നതാണ്. നമ്മൾ നിലത്ത് തടവെടുത്ത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുന്നത് എപ്പോഴും പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അത് പ്രശ്നമില്ല കേട്ടോ. ചില സ്ഥലങ്ങളിലേക്കുള്ള മണ്ണിൻ്റെ ആ ഒരു നേച്ചർ വെച്ചിട്ട് അത് പെട്ടെന്ന് ചേഞ്ച് ആവാനും പിന്നെ പൂക്കാതിരിക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് pH വാല്യൂ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ വാങ്ങി വയ്ക്കാം. അത് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ പൂവിടാതെയും കായ്കൾ ഉണ്ടാവാതിരിക്കുമ്പോൾ ഒക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് മണ്ണിൽ ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള 5 പ്ലാന്റ്സാണ് നമ്മൾ കമേലിയയുടെ അയക്കുന്നത്. ഇതിപ്പോൾ 4 പ്ലാന്റേ ഞാൻ കാണിച്ചിട്ടുള്ളൂ, അതെൻ്റെ കയ്യിൽ വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 5 പ്ലാന്റ്സാണ് നമ്മൾ കോംബോ ഓഫറിൽ തരുന്നത്. 699 രൂപയാണ് റേറ്റ്.